ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 3. അപ്പോൾ യൂണിറ്റ് 3 ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. സംസ്മരൺ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. മീട്ട സന്തര, മധുരമുള്ള ഓറഞ്ച്. ലേഖകൻ്റെ പേര് യായാവർ, എഴുതിയിട്ടുള്ളത് യായാവറാണ്. ഇദ്ദേഹത്തിനൊരു ഓർമ്മക്കുറിപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സംസ്മരൺ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. മീട്ട സന്തര, ചാപ്റ്ററിൻ്റെ പേര് മീട്ട സന്തര, മധുരമുള്ള ഓറഞ്ച്. എഴുതിയിട്ടുള്ളത് ലേഖക് യായാവർ. ഓക്കെ, അപ്പോൾ ഇവിടെ മേം എന്ന് പറയുന്നത് നമ്മൾ ലേഖകാണ് കേട്ടോ. ലേഖകിൻ്റെ ഓർമ്മക്കുറിപ്പല്ലേ, യായാവറിൻ്റെ ഓർമ്മക്കുറിപ്പല്ലേ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ മേം എന്ന് പറയുന്നിടത്തൊക്കെ എന്താണ്, ലേഖകാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. മേം ജബ് ബി ഷിലോങ് മേ बिताए दिनों के याद करता हूँ तो मुझे बूढ़ी गंगा याद आती है. वहाँ मैं मल्की हिल्स में रहता था. वह हमारे घर के पास ही छोटी सी गुमटी में बैठी मौसमी फल बेचती थी. संतरे, केले, प्लम, पाइनएप्पल व उबले शकरकंद, बिस्कुट, चॉकलेट व पिपरमिंट. स्कूल बच्चे उसके नियमित ग्राहक थे. मैं भी उधर से जाते आते उस दुकान से कुछ न कुछ खरीदता, थोड़ी गपशप भी करता. कभी कभी उसके साथ उसकी पोती भी बैठी होती. ओके, इनी मीनिंग നോക്കാം കേട്ടോ. मैं जब भी शिलोंग में बिताए दिनों के याद करता हूँ. ഞാൻ എപ്പോഴെല്ലാം ഷില്ലോങ്ങിലെ എൻ്റെ കഴിഞ്ഞു പോയ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴെല്ലാം മുझे ബൂഢി ഗംഗ യാദ് ആത്തി ഹെ, എനിക്ക് എന്താണ്, വൃദ്ധയായ ആ കച്ചവടക്കാരിയെ ഓർമ്മ വരുന്നു. വഹാ മേ മൽക്കി ഹിൽസ് മേം രഹത്താത്ത, അവിടെ ഞാൻ മൽക്കി ഹിൽസ് അഥവാ മൽക്കി കുന്നുകളുടെ അടുത്തായിട്ടായിരുന്നു താമസിച്ചിരുന്നത്. വ ഹമാരെ ഘർ കെ പാസ്, അവൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചോട്ടി സി ഗുമിട്ടി മേം ബൈറ്റി മൗസമി ഫൽ ബേച്ച്തി തേ. എന്താണ് ചോട്ടി സി ഗുമിട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ പെട്ടിക്കട അഥവാ കുഞ്ഞു കടകൾ ഉണ്ടാവുമല്ലോ, അതിനാണ് കേട്ടോ പറയുന്നത്. ചെറിയ പെട്ടിക്കടയിൽ ബൈറ്റി ഇരുന്നിട്ട് മൗസമി ഫൽ ബേച്ച്തീത്ത, എന്താണ് സീസണൽ ഫ്രൂട്ട്, അതാത് കാലത്ത് ഉണ്ടാകുന്ന ഫ്രൂട്ടിനാണ് നമ്മൾ മൗസമി ഫൽ എന്ന് പറയുന്നത്. മൗസമി ഫൽ ബേച്ച്തീത്തെ, എന്താണ് സീസണൽ ഫ്രൂട്ട്സ് വിൽക്കുമായിരുന്നു. എന്തൊക്കെയാണ് വിൽക്കുന്നത്? സന്തരെ ഓറഞ്ച്, കേലെ പഴം, പ്ലം പൈനാപ്പിൾ, പൗബ്ലെ ശക്രകന്ത്, പിന്നെന്താണ് പുഴുങ്ങിയ മധുരക്കിഴങ്ങ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, പെപ്പർമിൻറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ വൃദ്ധയായ ആ കച്ചവടക്കാരി വിറ്റിരുന്നത്, നമ്മുടെ ബൂഢി ഗംഗ വിറ്റിരുന്നത്. സ്കൂളിൽ വച്ച് ഉസ്കെ നിയമിത ഗ്രാഹകത്തെ, സ്കൂൾ കുട്ടികളായിരുന്നു അവളുടെ എന്താണ് പ്രധാന ഉപഭോക്താക്കൾ. എന്താണ് സ്ഥിരം ഉപഭോക്താക്കൾ ആരായിരുന്നു? സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളുകളെ നമ്മുടെ സ്കൂൾ കുട്ടികളായിരുന്നു. मैं भी उधर से जाते आते उस दुकान से कुछ न कुछ खरीदता, ഞാൻ എപ്പോഴെല്ലാം അതിലൂടെ പോകുമ്പോഴൊക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ആ കടയിൽ നിന്ന് കുറച്ചെന്തെങ്കിലും വാങ്ങുമായിരുന്നു. തോടി കപ്ഷബ് ബി കർത്താത്ത, പിന്നെന്താണ് കുറച്ചെന്തെങ്കിലും സംസാരിക്കുമായിരുന്നു, അവരോട് എന്തെങ്കിലും വർത്തമാനം പറയുമായിരുന്നു. ഗപ്ഷബ് എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയുക. കബി കബി ഉസ്കെ സാത്ത് ഉസ്കി പോത്തി ബി ബൈറ്റി ഹോത്തി, ചിലപ്പോഴൊക്കെ ഉസ്കെ സാത്ത് അവളുടെ കൂടെ, ഉസ്കി പോത്തി ബി അവളുടെ ചെറുമകള്, ബൈറ്റി ഹോത്തി എന്താ ഇരിക്കുമായിരുന്നു. അപ്പം ചിലപ്പോഴൊക്കെ അവളുടെ കൂടെ, ആ ബുഡിഗംഗയുടെ കൂടെ ആരാ ഉണ്ടാവല്? അവരുടെ ചെറുമകള്, അതായത് പേരക്കുട്ടിയും കൂടെ ഉണ്ടാകുമായിരുന്നു. കണ്ടില്ലേ നമ്മുടെ പിക്ചറിൽ? അപ്പം ന്യൂ വേർഡ്സ് നോക്കി വെക്കണം കേട്ടോ. एक दिन मेम घर लौटते
लौटते समय उधर से गुजरा तो उससे गपशप करने के लिए ठहर गया। मैम ने उससे पूछा, संतरा मीठा है? उसने कहा, हाँ बहुत मीठा। मगर जब मैम ने वही सवाल दोहराया तो वह बोली, मीठा है तो क्यों नहीं मीठा होगा? कितनी चीनी डाली? मैम ने पूछा। वह समझ गई कि मैं मजाक कर रहा था। बोली, एक पौवा। मैम ने कहा, एक पाव चीनी में तो ज़्यादा मीठा नहीं होगा। ओके, നമുക്ക് മീനിങ് നോക്കാം. एक दिन मैम घर लौटते समय उधर से गुजरा तो उससे गपशप करने के लिए ठहर गया. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ഉദർ സെ ഗുജറാത്ത് ഉസ്സെ ഗപ്ഷബ് കർണേക്കെ ലിയെ ടെഹർ ഗയ എന്താണ്, അതിലൂടെ കടന്നു പോയപ്പോൾ ഉസ്സെ ഗപ്ഷബ് അവളോട് വർത്തമാനം പറയുന്നതിന് വേണ്ടിയിട്ട് ടെഹർ ഗയ അവിടെ കുറച്ച് സമയം നിന്നു. മേം നെ ഉസ്സെ പൂച്ച എന്നിട്ട് ഞാൻ അവളോട് ചോദിച്ചു, സംതര മീഠാ ഹെ? ഓറഞ്ച് മധുരമുള്ളതാണോ? ഉസ്നെ കഹ അവൾ പറഞ്ഞു, ഹാം ബഹുത്ത് മീഠ, അതെ വളരെയധികം മധുരമുള്ളതാകുന്നു. മഗർ ജബ് മേം നെ വഹി സവാൽ ദോഹരായ തോ വഹ് ബോലി, ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു. അവളോട് വീണ്ടും ചോദ്യം, സവാൽ എന്ന് പറഞ്ഞ ചോദ്യം, ദോഹരായ വീണ്ടും ആവർത്തിച്ചു ചോദിച്ചു. വഹ് ബോലി അവൾ പറഞ്ഞു, മീഠാ ഹേ തോ ക്യോ നഹി മീഠാ ഹോഗ? മധുരമുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് മധുരമുള്ളതായിക്കൂടാ? എന്താ, ചിലപ്പോൾ മധുരമുള്ളതാണോ? മധുരമുള്ളതാണെങ്കിൽ എന്താണ്, എന്തുകൊണ്ട് മധുരമുള്ളതായിരിക്കില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കിത്തിനി ചീനി ഡാലി, എത്രത്തോളം പഞ്ചസാരയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്? മേം നെ പൂച്ച, ഞാൻ ചോദിച്ചു. വഹ് സമച്ച് ഗയി കി മാം മേം മസാക്ക് കർ രഹാത്ത, എന്താ അവൾക്ക് മനസ്സിലായി. മേം മസാക്ക് കർ രഹാത്ത എന്താണ്, ഞാൻ തമാശ പറയുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഏക് പൗവ, ഒരു 1/4 കിലോ. മേം നെ കഹ, ഞാൻ പറഞ്ഞു, ഏക് പാവ് ചീനി മേം तो ज़्यादा मीठा नहीं होगा. ഒരു 1/4 കിലോ പഞ്ചസാരയ്ക്കൊന്നും ज़्यादा मीठा नहीं होगा, അധികം മധുരമൊന്നും ഉണ്ടാവുകയില്ല. മധുരമൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് നമ്മുടെ ലേഖക ആരോട് പറയുന്നേ? നമ്മുടെ പോത്തിയോട് പറയുന്നത് കേട്ടോ. वह हंसते हुए 2 उंगलियां दिखाकर बोली, 2 पौवा, हाँ तब तो ज़रूर मीठा होगा. मैम ने उससे कुछ संतरे खरीदे और घर चला आया. कुछ समय बाद मैंने शिलोंग छोड़ दिया और फिर बरसों मेरा उधर जाना नहीं हुआ. ഓക്കെ, വഹ് ഹസ്തേ ഹുയെ അവൾ ചിരിച്ചുകൊണ്ട്, ദോ ഊങ്കലിയാം 2 വിരലുകൾ ഉയർത്തിയിട്ട്, ദിക്കാക്കർ ബോലി കാണിച്ചിട്ട് പറഞ്ഞു, ദോ പൗവ 2/4 കിലോ. ഹാം തബ് തോ ജരൂർ മീഠാ ഹോഗ, ഹാം ശരി, അങ്ങനെയാണെങ്കിൽ ജരൂർ മീഠാ ഹോഗ തീർച്ചയായിട്ടും എന്താണ്, മധുരമുള്ളതായിരിക്കും. മേം നെ ഉസ്സെ കുച്ച് സംതരെ ഖരീദെ, ഞാൻ അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് സംതരെ ഖരീദെ ഓറഞ്ച് വാങ്ങി. और घर चलाए എന്നിട്ട് വീട്ടിലേക്ക് പോയി. കുച്ച് സമയ ബാദ് മേം നെ ഷില്ലോങ് ചോड़ दिया, കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞാൻ ഷില്ലോങ് ഉപേക്ഷിച്ച് പോയി. और फिर बरसों मेरा उधर जाना नहीं हुआ, പിന്നെ കുറേ വർഷങ്ങൾ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം എന്താണ്, ഷില്ലോങ് ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. കുറേ കാലങ്ങൾ അദ്ദേഹം അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു, പിന്നെ ഷില്ലോങ്ങിലേക്ക്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ലേഖക और बूढ़ी गंगा की गपशप आपको कैसी लगी, क्यों? ओके, मुझे लेखक और बूढ़ी गंगा की गपशप बहुत अच्छी लगी.
എന്താണ് നമ്മുടെ ക്വസ്റ്റ്യന്? ലേഖക और बूढ़ी गंगा की गपशप आपको कैसे लगी? നിങ്ങൾക്ക് ലേഖകവും നമ്മളെ വൃദ്ധയായ കച്ചവടക്കാരിയും തമ്മിലുള്ള ആ വർത്തമാനത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എങ്ങനെയുള്ള അവരുടെ ആ ബന്ധം എങ്ങനെയുള്ളതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ക്യോം, എന്തുകൊണ്ട്? അപ്പോൾ മുझे ലേഖക और बूढ़ी गंगा की गपशप बहुत अच्छी लगी. എനിക്ക് എന്താണ് ബൂഢിഗംഗയും അതുപോലെ ആ ലേഖകവും തമ്മിലുള്ള സംസാരം വളരെ നല്ലതായിട്ടാണ് തോന്നുന്നത്. दोनों के बीच की बातचीत बहुत मज़ेदार और प्यारी है. അവർ രണ്ടുപേരുള്ള തമ്മിലുള്ള ആ സംസാരം എന്താണ് വളരെ രസകരവും അതുപോലെ സ്നേഹത്തോടു കൂടെയുള്ളതുമായിരുന്നു. लेखक बूढ़ी गंगा से सौंदर्य के मीठे होने के बारे में मजाक करता है. എന്താണ് നമ്മുടെ ലേഖക ആ വൃദ്ധയായ കച്ചവടക്കാരിനോട് എന്താ പറയുന്നത്? ഓറഞ്ചിൻ്റെ മധുരത്തെ കുറിച്ചൊക്കെ എന്താണ് തമാശയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? തമാശക്ക് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. ബൂഢി ഗംഗാമേ ഹസ്കർ ജവാബ് ദേത്തി ഹെ. നമ്മുടെ വൃദ്ധയായ ആ കച്ചവടക്കാരി ചിരിച്ചിട്ടാണ് അതിനുള്ള ഉത്തരങ്ങളൊക്കെ നൽകുന്നത്. इससे पता चलते हैं कि उनके बीच अच्छा दोस्ताना रिश्ता था. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അവർ തമ്മിൽ ഒരു നല്ലൊരു സൗഹൃദ ബന്ധം തെളിയുന്നുണ്ട് അല്ലേ? അവർക്കിടയിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം നമുക്ക് തെളിഞ്ഞു കാണുന്നുണ്ട്. ഗപ്ഷപ്പ് ഹമേം സാദഗി और प्यार से बात करना सिखाती है. ഈ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് എന്താ അവർ തമ്മിലുള്ള ആ സ്നേഹവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ? പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ? ഓക്കെ. लगभग 20 साल बाद में फिर शिलोंग गया. मुझे उस बूढ़ी गंगा की याद आई. उससे मिलने में फिर मल्की हिल्स पहुंचा. उसी जगह जहां वह छोटी सी गुमटी में बैठी हुई फल बेचती थी. दुकान तो वही थी मगर वह वृद्धा कहीं नजर नहीं आई. वहां एक युवती बैठी थी. उसके पास ही उसकी छोटी सी लड़की भी बैठी थी. दुकान वैसी ही थी जैसी वह अब से 20 साल पहले हुआ करती थी. लगभग 20 साल बाद में ഏകദേശം 20 സാൽ 20 വർഷങ്ങൾക്ക് ശേഷം ഫിർ ഷില്ലോങ് ഗയ ഫിർ ഷില്ലോങ് ഗയ ഞാൻ വീണ്ടും ഷില്ലോങ്ങിലേക്ക് പോയി. മുझे ഉസ് ബൂഢി ഗംഗാക്ക് യാദ് ആയി. എനിക്ക് ആ വൃദ്ധയായ കച്ചവടക്കാരിനെ ഓർമ്മ വന്നു. ഉസ്സെ മിൽനെ മേം ഫിർ മൽക്കി ഹിൽസ് പഹൂഞ്ച. അവളെ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? മൽക്കി ഹിൽസിലേക്ക് എത്തി. വീണ്ടും മൽക്കി ഹിൽസിലേക്ക് എത്തി. ഉസ് ജഗഹ് ജഹാം വഹ് छोटी सी गुमटी में बैठी हुई फल बेचती थी. उसी जगह അതേ സ്ഥലത്ത് ജഹാം അവിടെ വഹ് ചോട്ടി സി ഗുമട്ടി മേ ബൈറ്റി ഹുയി ഫൽ ബേച്ച്തി തി. എന്താണ് അവിടെ അവൾ എന്താണ് ചെറിയ പെട്ടിക്കടയിൽ ഇരുന്നിട്ട് ഫൽ ബേച്ച്തി തി പഴയതുപോലെ എന്താണ് പഴങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. അതേ സ്ഥലത്ത് തന്നെ ആ പഴയ സ്ഥലത്ത് തന്നെ അവിടെ ഇരുന്നിട്ട് ആ ചെറിയ പെട്ടിക്കടയിൽ ഇരുന്നിട്ട് പഴങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. ദുക്കാൻ തോ വഹീത്തെ. ആ കട എന്താണ് അതുപോലെ തന്നെയായിരുന്നു, പഴയ ആ കട തന്നെയായിരുന്നു. മഗർ വഹ് വൃദ്ധ കഹീം നസർ നെഹിമായി. പക്ഷേ മഗർ വഹ് വൃദ്ധ കഹീം നസർ നെഹിമായി. അവിടെ എന്താണ് വൃദ്ധയെ എവിടെയും കണ്ടില്ല. എന്താണ് നമ്മുടെ ബൂഢി ഗംഗയെ അവിടെ എവിടെയും കണ്ടില്ല എന്നാ പറയുന്നത്. വഹാം ഏക്ക് യുവതി ബൈറ്റീത്തി. അവിടെ ആരാണ് ഇരിക്കുന്നത്? വൃദ്ധയ്ക്ക് പകരം ഏക്ക് യുവതി ബൈറ്റീത്തി, ഒരു യുവതിയായിരുന്നു ഇരുന്നത്. ഉസ്കെ പാസ് ഹി ഉസ്കി ചോട്ടി സി ലഡ്കി ബി ബൈറ്റി തി. അവളുടെ അടുത്തായിട്ട് എന്താണ് ഉസ്കി ചോട്ടി സി ലഡ്കി, അവളുടെ ചെറിയൊരു പെൺകുട്ടിയും ബൈറ്റി തി ഇരിക്കുന്നുണ്ടായിരുന്നു. ദുക്കാൻ വൈസി ഹി തി ജയ്സി വഹ്
അബ് സെ 20 സാൽ പഹലെ ഹുവ കർത്തി തേ. കടയാണെങ്കിൽ 20 വർഷം മുമ്പ് ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യമുള്ളതുപോലെ എങ്ങനെയാണോ നമ്മുടെ പെട്ടിക്കട ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയിരുന്നു ആ കട ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ ആരെ ഉണ്ടായിരുന്നില്ല? നമ്മുടെ വൃദ്ധ ഉണ്ടായിരുന്നില്ല. പകരം ആരാണ്? ഒരു യുവതിയും അവളുടെ അടുത്തായിട്ടൊരു ചെറിയ കുട്ടിയെയാണ് നമ്മുടെ ലേഖകനെ കാണാൻ കഴിഞ്ഞത് കേട്ടോ. मैम ने उस गंगा से उस बूढ़ी महिला के बारे में पूछा. ഞാൻ ആ കച്ചവടക്കാരിയോട് ഉസ് ബൂഢി മഹിളാക്കെ ബാരേമ പൂച്ച, ആ വൃദ്ധയായ സ്ത്രീയെക്കുറിച്ച് ചോദിച്ചു. പതാ ചലാ വഹ് ഉസ്കി നാനി തി. അവളുടെ എനിക്ക് മനസ്സിലായി. പതാ ചല, എനിക്ക് മനസ്സിലായി. വഹ് ഉസ്കി നാനി തി, അത് അവളുടെ മുത്തശ്ശിയായിരുന്നു. ജോ അബ് നഹീം രഹി, ഇപ്പോൾ അവള് ജീവിച്ചിരിപ്പില്ല, അഥവാ അവർ മരിച്ചുപോയി. കുച്ച് സമയ ഗബ്ഷബ് ചലത്തെ സമയ സന്തര ലേനെ കെ ഗ്യാൽ സെ ഹമേഷ കി തരഹ് ഉസ്സെ പൂച്ച. കുറച്ച് സമയം ഞാൻ അവളോട് വർത്തമാനം പറഞ്ഞിട്ട് സന്തര ലേനയ്ക്ക് ഗ്യാൽ, ഓറഞ്ച് വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഹമേഷാക്കി തര ഉസ്സെ പൂച്ച, എപ്പോഴും ചോദിക്കുന്നത് പോലെ അവളോട് ചോദിച്ചു. മീഠാ ഹെ, മധുരമുള്ളതാണോ? വഹ് ബോലി, അവൾ പറഞ്ഞു. ബഹുത്ത് മീഠാ ഹെ, വളരെയധികം മധുരമുള്ളതാണ്. മഗർ ജബ് മേംനെ വഹി പ്രശ്ന ദൂഹരായ തോ വഹ് തോടാ നാരാസ് ഹോക്കർ ബോലി. ഞാൻ വീണ്ടും ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ അവൾ അല്പം ദേഷ്യപ്പെട്ടു. കുറച്ച് ദേഷ്യപ്പെട്ടു. തോടാ നാരാസ്, കുറച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾ പറഞ്ഞു. മീഠാ ഹേ തോ ക്യോം നെഹി മീഠാ ഹോഗ, മധുരമുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് മധുരമായില്ല? എന്തുകൊണ്ട് മധുരമുള്ളതായിരിക്കൂടാ എന്നാണ് നമ്മുടെ യുവതി ചോദിക്കുന്നത്. മേം നെ ബർസോം പുരാന സവാൽ ഫിർ ഉച്ചാല. ഞാൻ പഴയ ചോദ്യം വീണ്ടും ചോദിച്ചു അവളോട്. ആദ്യം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവളോട് ചോദിച്ച പോലെ തന്നെ വീണ്ടും ആ ചോദ്യം അവളോട് ചോദിച്ചു. കിത്തിനി ചീനി ഡാലി, എത്രത്തോളം പഞ്ചസാര ചേർത്തു? വഹ് മുസ്കരാക്കർ ബോലി, അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു. ഏക് പവ്വ, ഒരു 1/4 കിലോ, ഒരു 1/4 കിലോ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എന്ന് നിലയ്ക്ക് ആര് പറഞ്ഞു? നമ്മുടെ യുവതി പറഞ്ഞു. നമ്മുടെ പഴയ അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവളെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് അല്ലേ, ഏക് പവ്വ, ഒരു 1/4 കിലോ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് എന്ന്. മേംനെ കഹ, അപ്പം ഞാൻ പറഞ്ഞു. ഇത്തിനെ മേം തോ മീഠാ നഹീം ഹോഗ, ഇത്ര ചേർത്തിയാലൊന്നും ഇത്രയൊന്നും മധുരം ഉണ്ടാകില്ല. ഏക്ക് പാവ് പഞ്ചസാര ചേർത്താൽ ഒരു 1/4 കിലോ പഞ്ചസാരയ്ക്കൊന്നും അത്ര മധുരം ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. വഹ് ഹസ്നെ ലഗി, അവൾ ചിരിച്ചുകൊണ്ട് ഫിർദോ ഉംഗലിയാൻ ദിക്കാക്കർ ബോലി, അവൾ വീണ്ടും 2 വിരൽ ഉയർത്തിയിട്ട് കാണിച്ചിട്ട് പറഞ്ഞു. ദോ പവ്വ, 2/4 കിലോ. സുൻകർ മുജെ ബി ഹസ്സി ആകയ, അത് കേട്ടിട്ട് എനിക്ക് ചിരി വന്നു. നമ്മുടെ ലേഖകന് ചിരി വന്നു എന്നാണ് പറയുന്നത്. പഴയ അതേ ഉത്തരം തന്നെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ആൾക്ക് ലേഖകന് ഓർമ്മ ഉണ്ട് എന്നുള്ള നിലയ്ക്ക് നമ്മളെ ലേഖകൻ ചിരി വന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ചിരിച്ചു. തബ് തോ ജരൂർ മീഠാ ഹോഗ, അപ്പോൾ തീർച്ചയായിട്ടും മധുരം ഉണ്ടാകും. മേം നെ സന്തരെ ലിയെ ഓർ പൈസെ ഉസ്കെ തരഫ് ബഡാ ദിയ, ഞാൻ ഓറഞ്ച് എടുത്ത്, മേംനെ സന്തരെ ലിയെ, ഞാൻ ഓറഞ്ച് എടുത്തിട്ട്, ഓർ പൈസെ ഉസ്കെ തരഫ് ബഡാ ദിയ, ഞാൻ അവൾക്ക് നേരെ പണം നൽകി, പൈസ കൊടുത്തു. നമ്മൾ സാധനം വാങ്ങിയ പൈസ കൊടുക്കൂലേ, അതുപോലെ നമ്മുടെ ലേഖകനും പണം നീട്ടി. മേംനെ മഗർ ഉസ്നെ പൈസ ലേനെ സെ
ഇൻകാർ കർ ദിയ. എന്താണ് അവളെന്താണ് പക്ഷെ അവൾ പണം വാങ്ങാൻ വിസമ്മതിച്ചു. അവളെന്താണ് പണം വാങ്ങിയില്ല. ഷായത് ഉസ്നെ മുജെ പഹ്ചാൻ ലിയാത്ത. അക്കാരണത്താൽ തന്നെ ഒരു പക്ഷെ അവൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഉസ്നെ മുജെ പഹ്ചാൻ ലിയാത്ത. അപ്പോൾ നമ്മുടെ ലേഖകനെ യുവതിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. മേം ने भी उस परी जैसी नन्ही सी लड़की को पहचान लिया था जो अपनी नानी के पास बैठी होती थी. മേം ने भी उस परी जैसी नन्ही सी लड़की. എന്താണ് മുത്തശ്ശിയുടെ അടുത്ത് ഇരുന്ന ആ കൊച്ചു മാലാഖയെ പോലുള്ള പെൺകുട്ടിയെയും പഹ്ചാൻ ലിയാത്ത ജോ അപ്നി നാനിക്ക് പാസ് ബൈറ്റി ഹോത്തി. ആ മാലാഖയെ പോലുള്ള കുഞ്ഞിനെയും ഞാനും തിരിച്ചറിഞ്ഞു. അഥവാ നമ്മുടെ ഈ യുവതിയായിട്ട് ഉള്ളത് ആരാണ്? കച്ചവടക്കാരിയായ യുവതി ആദ്യം നമ്മുടെ ബൂഢി ഗംഗയുടെ മടിയിലിരുന്ന പോത്തിയാണെന്ന് നമ്മുടെ ലേഖകനും മനസ്സിലായി എന്നാണ് പറയുന്നത്. युवती ने पैसा लेने से इनकार किया. यहाँ युवती का कौन सा मनोभाव प्रकट होता है? ഇവിടെ ആ യുവതി ലേഖക പൈസ കൊടുത്തപ്പോൾ നിരസിച്ചില്ലേ, വാങ്ങിയില്ലല്ലോ, വിസമ്മതിച്ചില്ലേ. യഹാം യുവതി ക കോൺ സാ മനോഭാവ് പ്രകട ഹോത്താ ഹൈ. ഇവിടെ യുവതിയുടെ ഏത് തരത്തിലുള്ള മനോഭാവമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, പ്രകടമാകുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യന്. യഹാം യുവതി ക സ്നേഹ ആദർ और अपनापन का ഭാവ് പ്രകട ഹോത്താ ഹെ. ഇവിടെ എന്താണ് യുവതിയുടെ ആ സ്നേഹവും ആദരവും അതുപോലെ എന്താണ് സ്വന്തമാണെന്നുള്ള ഭാവവും പ്രകട ഹോത്താ ഹെ, പ്രകടമാകുന്നത് അല്ലേ. ആ യുവതിക്ക് എന്താണ് തൻ്റെ ആരോ അടുത്തുള്ള സ്വന്തമായിട്ടുള്ള ഒരാളാണെന്നുള്ള ഭാവമാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. ഉസ്നെ ലേഖക के साथ अपने पुराने संबंधों और आत्मीयता के कारण पैसे लेने से മനാക്കർ ദിയ അല്ലേ. എന്തുകൊണ്ടാണ് അദ്ദേഹം പഴയ ലേഖകൻ്റെ കൂടെയുള്ള പുരാന സംബന്ധം, പഴയ ആ ബന്ധം, അവർ ആത്മീയത, ആ ആത്മബന്ധത്തിൻ്റെ കാരണത്താലാണ് അവളെന്ത് ആ പൈസ വാങ്ങാതിരുന്നത്. इससे उसकी सरलता और अच्छे संस्कार भी दिखाई देती है. ഇവിടുന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്? അവളുടെ ആ സരളമായ സ്വഭാവവും അതുപോലെ നല്ല സംസ്കാരവുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ.